ഗ്രാൻഡിഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ ഇന്ന് നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് മഞ്ഞൾ പൊടി വേണം. അതുപോലെ തന്നെ നമ്മുടെ സബോള ചെറുത് ഒരെണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചു. കുറച്ച് മുളക് പൊടി വേണം. അതുപോലെ തന്നെ 2 മുട്ടയാണ് നമുക്ക് ഇന്നത്തെ ദോശ ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഈ ഗോതമ്പ് പൊടിയും മുട്ടയും മഞ്ഞൾ പൊടിയും തേങ്ങായും ഒക്കെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ചെയ്യാം ആദ്യം. എന്നിട്ട് ബാക്കി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനിയിപ്പോൾ ഞാനിത് ആ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ 2 മുട്ട ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ മുട്ട നമുക്കൊന്ന് പൊട്ടിച്ചിലേക്ക് ഒഴിക്കാം. അപ്പോൾ മുട്ടയുടെ അളവും മാവിൻ്റെ അളവ് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവും കൂടെ കൂട്ടാം കേട്ടോ. ഞാനിവിടെ 2 മുട്ട എടുത്തോളൂ എന്നുള്ളതേ ഉള്ളൂ. ആദ്യം നമ്മൾ ഈ മുട്ടയൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് പിന്നീടാണ് നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടിയും തേങ്ങ ഇട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് അടിക്കുന്നത് കേട്ടോ. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുവേ. ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവ് ഇവിടെ ഞാൻ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് അടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതൊരുമാതിരി കുറുകിയിരിക്കും. നമുക്ക് ആ കുറുകിയിരിക്കുന്ന അവസ്ഥയല്ലല്ലോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റി ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ നമുക്കത് ചെയ്യാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി കാണിക്കാവേ. ഇനി നമ്മളൊരു പാന് അടുപ്പത്ത് ഞാനിതാ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിൽ മതിയാവും. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സബോളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സബോള ഒന്ന് ചെറുതായിട്ട് റെഡിയായി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ തക്കാളിയും ക്യാരറ്റും ഒക്കെ ക്യാരറ്റ് ഇതിനകത്ത് നമ്മൾ ഇടുന്നില്ല കേട്ടോ. നമ്മൾ നേരിട്ട് മാവിൽ തന്നെ ചേർക്കുകയാണ്. കാരണം ഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേവിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് നമ്മുടെ സബോളയും പച്ചമുളകും ഒന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ സബോളയും പച്ചമുളകും ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ലേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിനി ബാക്കി ചെയ്യുന്നത്. നമ്മുടെ തക്കാളി ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂണ് ഒരു ശകലം കൂടെ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊന്ന് ആ മുളകിൻ്റെ ആ കുത്തലൊന്ന് മാറുന്ന വരെ ശകലം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ദോശമാവിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. ഇതാ നമ്മുടെ ദോശമാവിലേക്ക് നമ്മൾ ക്യാരറ്റ് റെഡിയാക്കി വെച്ചിരുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലേശം നമുക്ക് ദോശമാവിൻ്റെ കട്ടിയിലല്ല, കട്ടിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിപ്പോയി നമ്മൾ വെള്ളം ചേർത്ത് നമ്മൾ വീണ്ടും അത് ഒന്ന് നമ്മുടെ ദോശമാവൊക്കെ ചുടുന്ന പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും സബോളയും പച്ചമുളകും എല്ലാം കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നമ്മൾ നോക്കണം ഇതിൻ്റെ ഇടയ്ക്ക്. നോക്കിയിട്ട് നമുക്ക് പാകത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ മാവ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ദോശക്കല്ലിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.